നമസ്കാരം. ഇപ്പോൾ ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൽ അടപടലം തകർന്ന തരിപ്പണമായിരിക്കുകയാണ് CPM എന്ന പാർട്ടി. അതിൽ തന്നെ ഒരു കാര്യം വ്യക്തമായി, CPMന്റെ അന്ത്യം ഏതാണ്ട് ഉറപ്പായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം തവണ കേരളം ഭരിക്കുമെന്ന സ്വപ്നം കണ്ടുകൊണ്ട് CPM ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ പിണറായി വിജയനും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ എന്തായാലും CPMന് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് CPMലെ നേതാക്കൾക്കും അറിയാം, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷേ പല രീതിയിൽ രാഷ്ട്രീയങ്ങൾ, അതായത് രാഷ്ട്രീയമായ ഒരു ചർച്ചാ വിഷയമാക്കിയാൽ മാത്രമേ മൂന്നാമതും ഒരു ഭരണം കിട്ടും എന്ന ഒരു ചിന്തയിലാണ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള മന്ത്രിമാരും. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ കൊണ്ടുവന്ന് രാഷ്ട്രീയം വിളമ്പണം, അല്ലെങ്കിൽ എവിടെയൊക്കെ കൊണ്ടുവന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ പറയണമെന്ന് ഇപ്പോൾ CPMനും അതോടൊപ്പം തന്നെ പിണറായി വിജയനും ഒരു അറിവുമില്ല, ഒരു ബോധവുമില്ല. കലോത്സവ വേദിയിലടക്കം ഒരു മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി വന്ന് രാഷ്ട്രീയം വിളമ്പുകയാണ്. പക്ഷേ അതിനെ മാന്യതയോട് രീതിയിൽ, അതിനെ ആ ഒരു സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടതെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് സുരേഷ് ഗോപി, കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി. ഇപ്പോൾ അതായത് രാഷ്ട്രീയം പറയേണ്ട വേദിയിൽ രാഷ്ട്രീയം മാത്രമേ പറയാൻ പാടുള്ളൂ. പക്ഷേ കലോത്സവ വേദിയാണ്, കലകളാൽ നിറഞ്ഞു നിൽക്കുന്ന വേദിയാണ്. കുട്ടികളുടെ മുന്നിൽ രാഷ്ട്രീയ കാര്യങ്ങളോ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭരണ നേട്ടങ്ങളുണ്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തെ വന്ന് കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അതിന് അതിൻ്റെതായ ഒരു വേദിയുണ്ട്. കുട്ടികളുടെ വേദിയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, അവർക്ക് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന, അല്ലെങ്കിൽ കലോത്സവത്തിനുമായി ബന്ധപ്പെട്ട അടുത്ത എന്തെങ്കിലും ഒരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ കായികപരമായ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തേണ്ട ആ വേദിയിൽ വന്നിട്ട് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഉചിതമല്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപിക്കുള്ള വിവരത്തിന്റെ ഒരു 1/3 പോലും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇല്ല എന്ന് ഓർക്കുമ്പോൾ അത് കഷ്ടം തന്നെയാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, പിണറായി വിജയന് പ്രതിനിധീകരിക്കുന്ന CPM എന്ന പാർട്ടിയുടെ വിവരവും സംസ്കാരവും എത്രയെന്നത് നമ്മൾ കലോത്സവ വേദിയിൽ വെച്ച് തന്നെ ഇന്നലെ അളന്നതാണ്. നിലവിൽ സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂരിൽ തിരിതെളിഞ്ഞപ്പോൾ കലയോടൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളും തേക്കിൻകാട് മൈതാനത്തെ വലിയ രീതിയിൽ ചൂട് പിടിപ്പിച്ചു. എന്നാൽ ആ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്ന ആ വിവാദങ്ങളെ സുരേഷ് ഗോപി തന്നെ അണയ്ക്കുകയും ചെയ്തു. കലോത്സവ വേദികൾക്ക് പൂക്കളുടെ പേര് നൽകിയപ്പോൾ താമരയെ ഒഴിവാക്കി പകരം ഡാലിയ എന്ന പേര് മാറ്റിയത് വലിയൊരു വിവാദത്തിനാണ് വഴിവെച്ചത്. എന്നാൽ ഉദ്ഘാടനത്തിന് എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ താമര നൽകി സ്വീകരിച്ച് BJP കൗൺസിലർമാർ ഇതിനൊരു ഗംഭീര മറുപടി നൽകി. കലോത്സവ വേദികൾക്ക് പൂക്കളുടെ പേര് നൽകിയപ്പോൾ താമരയുടെ പേര് വെട്ടിയത് രാഷ്ട്രീയ വിവേചനമാണെന്ന് ആരോപിച്ച് BJP യുവജന സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ ഡാലിയ എന്ന പേര് മാറ്റി താമര എന്ന പേര് തന്നെ വേദിക്ക് സംഘാടകർ ഒടുവിൽ നൽകാൻ തീരുമാനിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഉദ്ഘാടന ചടങ്ങിനെത്തിയ സുരേഷ് ഗോപിക്ക് BJP കൗൺസിലർമാർ താമര പൂക്കൾ നൽകി സമ്മാനിച്ചത്. ഉദ്ഘാടന പ്രസംഗത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ സുരേഷ് ഗോപി മുതിർന്നില്ല എങ്കിലും തന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം മറന്നില്ല. ഇത് കുട്ടികളുടെ വേദിയാണ്, ഇവിടെ വെച്ച് രാഷ്ട്രീയ മറുപടികൾ നൽകുന്നില്ല, എല്ലാത്തിനും കൃത്യമായ മറുപടിയുണ്ട്, അത് ജനങ്ങൾക്കറിയാം എന്നാണ് സുരേഷ് ഗോപി പിണറായിയോട് പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പരാമർശങ്ങൾ ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഉദ്ധരിച്ച് സുരേഷ് ഗോപി വിജയം ആരുടെയും പരാജയത്തിന് മേലല്ലെന്ന് തിരിച്ചറിയണമെന്നും സമ്മാനം ലഭിക്കാത്തതിന്റെ പേരിൽ കുട്ടികളുടെ കണ്ണീർ ഒഴുകരുതെന്നും സുരേഷ് ഗോപി ഉപദേശിച്ചു. വേദിയിൽ മുഖ്യമന്ത്രി പുഞ്ചിരിയോടുകൂടിയാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകളെ സ്വീകരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. രാവിലെ 10 മണിയോടുകൂടിയാണ് 25 വേദികളിലായി 16,000 കൗമാര പ്രതിഭകൾ പങ്കെടുക്കുന്ന കലാമാമാങ്കത്തിന് തുടക്കമായത്. തേക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തി എന്ന് പേരിട്ടിരിക്കുന്ന പ്രധാന വേദിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജനുവരി 18-ന് സമാപിക്കുന്ന കലോത്സവത്തിൽ 250 ഇനങ്ങളിലായി വിദ്യാർത്ഥികൾ മാറ്റൊരുക്കുന്നുണ്ട്. കൃത്യമായ ഒരു മറുപടി തന്നെ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് തന്നെ നൽകി. ശിവൻകുട്ടിയും അതിനകത്തുണ്ടായിരുന്നു. കാരണം CPMന് ഏതൊരു പരിപാടി അവതരിപ്പിച്ചാലും, അതായത് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനമായിരുന്നാലും, ചന്തയിൽ ഏതെങ്കിലും ഒരു ഷോപ്പ് ഉദ്ഘാടനമായിരുന്നാലും, എന്തായിരുന്നാലും, ഇപ്പം നട റോഡിലെ ഉദ്ഘാടനമായിരുന്നാലും അവിടെ വെച്ചിട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കലോത്സവ വേദിയാണ്, കുട്ടികളുടെ സർഗാത്മകത മാറ്റൊരുക്കുന്ന ഒരു വേദിയാണ്. കുട്ടികളെക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, അവർക്ക് ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സംഭാവന CPM എന്ന നിലയിൽ അല്ലെങ്കിൽ സർക്കാർ എന്ന നിലയിൽ കുട്ടികൾക്ക് നൽകാനുണ്ടെങ്കിൽ, അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികൾ നൽകാനുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ശിവൻകുട്ടി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അത് പ്രഖ്യാപിക്കണം. അല്ലാതെ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് രാഷ്ട്രീയമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ
സർക്കാരിനെ കുറ്റം പറയുന്ന രീതിയിലുള്ള ഒരു സംവാദത്തിന് കലോത്സവ വേദിയെ എടുക്കരുത് എന്ന് സുരേഷ് ഗോപി മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞതോടുകൂടിയാണ് CPM അവിടെ അടപടലം നാണം കെട്ടതും CPM-ന്റെ ഇമേജ് അവിടെ കുറച്ചും കൂടി ഇടിഞ്ഞതും സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിന്റെ ഇമേജ് വീണ്ടും തൃശ്ശൂരിൽ ഒരു പടി മുകളിലേക്ക് കയറിയത്.